ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ ഋതിക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഒരു സോഷ്യൽ എക്സാമിൻ്റെ റിവ്യൂ ആണ്. അപ്പോൾ ഞാനിപ്പോൾ എക്സാം കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? സിമ്പിളാണോ, മീഡിയം ആണോ, ടഫാണോ എന്നൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എനിക്ക് വന്നിട്ട് ഞാൻ പ്രതീക്ഷിച്ച അത്ര സിമ്പിളായിരുന്നില്ല. കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ അത്യാവശ്യം പാടായിരുന്നു. അപ്പോൾ നമുക്ക് പേപ്പർ കൈ കിട്ടിയപ്പോഴത്തേക്കും 1 വേർഡൊക്കെ അത്യാവശ്യം സിമ്പിളായിരുന്നു. പിന്നെ പേപ്പർ മറിച്ച് വയ്ക്കുമ്പോഴത്തേക്കും അവിടെ 6th 7th 8th അങ്ങനത്തെ ക്വസ്റ്റ്യൻസൊക്കെ അത്യാവശ്യം ഈസി ആയിരുന്നു എനിക്ക് കിട്ടുക. പിന്നെ നിങ്ങൾക്ക് എക്സാം എങ്ങനെ ഉണ്ടെന്ന് താഴെ കമൻറ്റ് ചെയ്യണേ. പിന്നെ മാത്സ് ഫോളോയിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് വന്നപ്പോഴാണ് കുറച്ച് ക്വസ്റ്റ്യൻസ് അത്യാവശ്യം ടഫായി വന്നത്. നമ്മളെ കേരള ടുവേർഡ്സ് മോഡേണിറ്റിയിലൊക്കെ ഞാൻ പഴശ്ശിയും വൈക്കം സത്യാഗ്രഹവും ഒക്കെ പഠിച്ചിട്ട് പോയത്. പക്ഷേ ഇവിടെ ആണെങ്കിൽ മലയാളി മെമ്മോറിയലും ഈഴവ മെമ്മോറിയലും അതൊക്കെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരു ഏകദേശം 6 ക്വസ്റ്റ്യൻസ് ഞാൻ പഠിക്കാത്ത ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അതിന് 4 മാർക്കിൻ്റെയും 3 മാർക്കിൻ്റെയും ഉണ്ടായിരുന്നു. മൊത്തത്തിലൊരു 20 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഞാൻ പഠിക്കാത്ത ഭാഗത്ത് നിന്ന് വന്നു. അത് ഞാൻ ഉണ്ടാക്കി എഴുതുക ഉണ്ടാക്കി എഴുതിയത് ആൻസറുമായിട്ട് വലിയ സമയം ഉണ്ടോയെന്നും കൂടെ എനിക്കറിയില്ല. ഞാൻ എന്തൊക്കെയോ കാട്ടി എഴുതി വെച്ചിട്ടുണ്ട്. മൊത്തത്തിൽ 20 മാർക്കിനാണ് ഞാൻ ഉണ്ടാക്കി എഴുതിയത്. അപ്പോൾ അതിൽ ഏകദേശം ഒരു 10 മാർക്കിന് കൂടുതലെങ്കിലും കിട്ടിയില്ലെങ്കിൽ എനിക്ക് A+ കിട്ടുമല്ലോ, അത് ഉറപ്പാണ്. അപ്പോൾ അത് ആൻസറുമായിട്ട് സമയം ഉണ്ടായിട്ട് വല്ല മാർക്കും കിട്ടിയാൽ കൊള്ളാം, അല്ലെങ്കിൽ A+ൻ്റെ കാര്യത്തിലൊരു തീരുമാനമാവും. അപ്പോൾ അത് കഴിഞ്ഞ് ഓപ്ഷണൽ ചാപ്റ്റേഴ്സ് എനിക്ക് ടഫായിട്ട് വന്നത് മറ്റേ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റിൻ്റെ ആ സംഭവമില്ലേ, അതും പിന്നെ എന്താ പറയുക, ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ആ സംഭവം, അതാണ് കുറച്ച് ഒന്ന് ടഫായി വന്നത്. ബാക്കി കമ്പൽസറി ചാപ്റ്റേഴ്സിൽ നിന്നാണ് അത്യാവശ്യം എനിക്ക് ക്വസ്റ്റ്യൻസ് കുറച്ച് ടഫായി വന്നത്. അപ്പോൾ അങ്ങനെ 6 ക്വസ്റ്റ്യൻസ് കുറച്ച് ടഫായിരുന്നു. ബാക്കിയുള്ളതൊക്കെ അത്യാവശ്യം സിമ്പിളായിരുന്നു കേട്ടോ. ഞാൻ പഠിച്ച പോലെ തന്നെ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. നമ്മുടെ essay ആണെങ്കിലും പ്രെഡിക്റ്റ് ചെയ്തത്, നമ്മൾ കൂടുതലും പ്രെഡിക്റ്റ് ചെയ്തത് റഷ്യയും ഫ്രഞ്ചും ആണെങ്കിലും അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പറയാമായിരുന്നു ചൈനയും എന്ന്. അപ്പോൾ അത്യാവശ്യം എല്ലാവരും പഠിച്ച് പോയിട്ടുണ്ടാവും, അപ്പോൾ നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും. അതേപോലെ തന്നെ നമ്മളെ സീസൺ ആൻഡ് ടൈമും, അതിലും ഗ്രീനിഷ് മീൻ ടൈമും സ്റ്റാൻഡേർഡ് ടൈമുമാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളുടെ ഒരു പ്രഡിക്ഷൻ വെച്ച് അത്യാവശ്യം ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, എഴുതിയിട്ടുണ്ടാവും. അപ്പം അങ്ങനെ ഓപ്ഷനിലായിട്ട് വന്നതൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു. പിന്നെ നമ്മളെ സൈലത്തിൻ്റെ ലൈവ് കണ്ടവർക്കറിയാം, അവർ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ത്യൻ സിവിൽ സർവീസ് ആണെങ്കിലും നോൺ കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജിയും പിന്നെ ഹിമാലയൻ റിവേഴ്സൊക്കെ ആണെങ്കിലും അവർ പ്രൊഡിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. മോർണിംഗ് ബൂസ്റ്റർ കണ്ടവർക്കും അറിയാം, അതിലും ഉണ്ടായിരുന്നു. പിന്നെ നമ്മളെ മാച്ചസ് ഫോളോയിങ്ങിലാണെങ്കിൽ കൾച്ചർ ആൻഡ് നാഷണലിസത്തിൽ നമ്മളൊരു ബോക്സ് ഉണ്ടല്ലോ, അതിൽ നിന്ന് നമുക്ക് വരുമെന്ന് കുറച്ച് ചെറുതായിട്ടൊരു പ്രൊഡിക്ഷൻ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? സിമ്പിളായിരുന്നോ? എനിക്ക് അത്യാവശ്യം ടഫായിരുന്നു. അപ്പോൾ A+ കിട്ടുന്ന കാര്യത്തിലൊരു ടെൻഷനുണ്ട്. പിന്നെ ഗ്രേസ് മാർക്ക് ഉള്ളതുകൊണ്ടാണ് ചെറിയൊരു ആശ്വാസം. ഇനിയുള്ള എക്സാമിന്, ഇനി മാത്സ് തൊട്ടുള്ള എക്സാമിന്, ഇനി എത്ര എക്സാമുണ്ട്? 5 എക്സാമിന് A+ കിട്ടിയില്ലെങ്കിൽ അതിനും കൂടെ ഗ്രേസ് മാർക്ക് കൂട്ടി എനിക്കറിയില്ല എന്തൊക്കെയോ ചെയ്ത് ഫുൾ A+ കിട്ടാനുള്ള സാധ്യത കുറയും. അപ്പോൾ ഇനി ഉള്ളതിനൊക്കെ നല്ലതായിട്ട് പഠിക്കണം. അപ്പോൾ എൻ്റെ പ്ലാൻ എന്ന് പറയുമ്പോഴത്തേക്കും ഇനി ഒരാഴ്ച ഉണ്ടല്ലോ എക്സാമിന്. അപ്പോൾ മാത്സ് ഞാൻ പഠിക്കുന്നതെന്ന് വെച്ചാൽ മാത്സിൻ്റെ 2 ദിവസം മുമ്പ് തൊട്ട് ഞാൻ പഠിക്കാൻ തുടങ്ങും. പിന്നെ ബാക്കിയുള്ള സബ്ജക്റ്റൊക്കെ ഓരോ ദിവസം, ഇപ്പോൾ നാളെ ഹിന്ദി ആണെങ്കിൽ മറ്റന്നാൾ ബയോളജി, അങ്ങനെ ഓരോരോ പോർഷൻസ് 4 ദിവസമായിട്ട് അത് കംപ്ലീറ്റ് ആക്കും. എന്നിട്ട് തലേദിവസം റിവൈസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ സ്റ്റഡി വ്ളോഗ് എന്തെങ്കിലും വേണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ എടുക്കാൻ ശ്രമിക്കാം. ഇപ്പോൾ സോഷ്യലാണെങ്കിലും ഞാനങ്ങനെ സ്റ്റഡി വ്ളോഗ് എടുക്കുകയാണെങ്കിൽ ഞാൻ മറന്നു പോകും. ഒരു പ്രാവശ്യം എടുത്തിട്ട് പിന്നെ വെക്കുമ്പോഴത്തേക്ക് ഞാൻ മറന്നു പോകും. അതാണ് ഇടാത്തത് സ്റ്റഡി വ്ളോഗ്. വലുതായിട്ടൊന്നും പഠിച്ചില്ല. അപ്പോൾ അങ്ങനെയാണ്, വലുതായിട്ടില്ല, നമ്മൾ ലൈവ് കണ്ടിട്ട് അങ്ങനെ പഠിക്കും. പിന്നെ വലുതായിട്ട് അങ്ങനെ സ്റ്റഡി വ്ളോഗ് എന്ന് പറയാനായിട്ടൊന്നും ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എക്സാം എങ്ങനെയുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. അപ്പോൾ അടുത്ത കാണുന്നതായിരിക്കും. ബൈ.